ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള നമ്മളൊന്ന് എന്ന പാഠഭാഗമാണ്. അത് നമ്മൾ ഇതുവരെയുള്ള ബാക്കി എല്ലാതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് 5ാമത്തെ യൂണിറ്റ് മുതലാണല്ലേ. ഇവിടെ തന്നിട്ടുള്ളത് വായിച്ചു നോക്കാം. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. എന്താണ് കൂട്ടുകാരെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, പണ്ട് കാലത്ത് നമുക്ക് രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. ഇന്ന് നമുക്ക് ആരൊക്കെയാണ്? മന്ത്രിമാരാണുള്ളത് അല്ലേ. അപ്പോൾ പണ്ട് രാജാക്കന്മാർ എന്ന് പറഞ്ഞാൽ രാജാവ്, ആ രാജാവിൻ്റെ മകൻ, അടുത്ത രാജാവ്, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മന്ത്രിമാരെന്ന് പറയുന്നത് 18 വയസ്സ് തികഞ്ഞ എല്ലാവരും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് നമ്മുടെ മന്ത്രി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ജനാധിപത്യം. അപ്പം ജനാധിപത്യം എന്ന് പറഞ്ഞത് എന്താണെന്നാണ് പറഞ്ഞത്? ഒത്തുചേർന്നുള്ള ഒരു ജീവിതമാണ്. എല്ലാവരും ചേർന്നിട്ടുള്ളതാണ് ജനാധിപത്യം. ആരാ പറഞ്ഞത്? BR അംബേദ്കർ ആണ് പറഞ്ഞത്. BR അംബേദ്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ്. ഇവിടെ 2 ചിത്രം തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ മഹാത്മാഗാന്ധിയാണ്, രണ്ടാമത്തേത് BR അംബേദ്കർ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തോ പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് കുട്ടമ്മാനും കൊട്ടാരവും എന്നുള്ളതാണ് ഒന്നാമത്തെ ഇതിലെ പാഠഭാഗം. ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ നിയമസഭാ മന്ദിരമാണ്. ഇവിടെയാണ് നമ്മുടെ ഭരണകാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് തിരുവനന്തപുരത്താണുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. ഇവിടെ നോക്കൂ, ഒരു കുട്ടമ്മാനെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ കുട്ടമ്മാൻ എങ്ങോട്ടാ? കൊട്ടാരം കാണാൻ. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, കുട്ടമ്മാൻ എങ്ങോട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് കൊട്ടാരം കാണാനാണെന്ന് പറയാണ്. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ? അപ്പോൾ ചോദിക്കുകയാണ്, കണ്ണട ഇല്ലാതെ പോകുന്നത്, കണ്ണട ഇല്ലാതെ അവിടെ ചെന്നാൽ എന്താണ് കാണുക എന്ന് ചോദിക്കുകയാണ്. കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്തു. അപ്പം നേരെ തിരിച്ച് ചെന്നിട്ട് കാലില്ലാത്ത ഒരു കണ്ണടയെടുത്തു. മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെടുകയാണ്. കുട്ടമ്മാൻ എങ്ങട്ടാ? അപ്പോൾ വീണ്ടും പെൺകുട്ടി ചോദിക്കുകയാണ്, കുട്ടമ്മാൻ എങ്ങട്ടാന്ന് ചോദിക്കുമ്പോൾ കൊട്ടാരം കാണാനെന്ന് പറയും. അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല. അപ്പോൾ പറയാണ്, കൊടയില്ലാണ്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ കൊട എടുത്തുകൊണ്ട് വരാൻ പറയാണ്. അപ്പോൾ വീണ്ടും കുട്ടമ്മാൻ ഉടനെ മടങ്ങി ചെന്നിട്ട് കാല് വളഞ്ഞ ഒരു കൊടയും എടുത്തുകൊണ്ട് വരികയാണ്. നിവർത്തി പിടിച്ച് വീണ്ടും പുറപ്പെട്ടു. വീണ്ടും പെൺകുട്ടി ചോദിക്കുകയാണ്, കുട്ടമ്മാൻ എങ്ങട്ടാ? അപ്പം എങ്ങോട്ടാ പറയാ? കൊട്ടാരം കാണാനാണെന്ന് പറയും. അപ്പോൾ പെൺകുട്ടി പറയാണ്, അയ്യോ എൻ്റെ കുട്ടമ്മാനെ, കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്നാൽ കൊട്ടാരത്തിൽ കയറ്റുമോ? അപ്പം എന്താ പറയുന്നത്? ഈ കണ്ണടയും വെച്ച് ഈ കൊടയും പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ നിങ്ങളെ കയറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുട്ടമ്മാൻ പറയാണ്, എന്താ കയറ്റാണ്ട്? എന്താ ഇപ്പോൾ കയറ്റാതിരിക്കാൻ? ഇത് പണ്ടത്തെ കൊട്ടാരം എന്നല്ല. എന്താണ് ഇത്? പണ്ടത്തെ കൊട്ടാരം എന്നല്ല, പണ്ടത്തെ കുട്ടമ്മാനും അല്ല. അത് പണ്ടുണ്ടായിരുന്ന കുട്ടമ്മാനും അല്ല, പണ്ടുണ്ടായിരുന്ന കൊട്ടാരവും അല്ല. എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്. മനസ്സിലായോ? എന്താ പറയുന്നത്? ഞാൻ തന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കൊടുത്ത ആ കൊട്ടാരത്തിലേക്കാണ് പോണത്. അപ്പോൾ പിന്നെ എന്താ എന്നെ കയറ്റിയാലും എന്നെ കയറ്റിനോട് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാണ്. ഇത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയതാണ്. കുട്ടമ്മാനും കൊട്ടാരവും എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. 1. പാഠഭാഗം വായിക്കൂ. വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ചു കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അത് കൂട്ടുകാർ ചെയ്യാം. ഇനി ഈ കഥയിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കഥയിൽ നിന്നും മനസ്സിലായിട്ടുള്ളത്? എന്താണ്? ഇത് ഒരു കുഞ്ഞു കഥയാണ്. ഈ കഥയിൽ 2 കഥാപാത്രങ്ങളാണുള്ളത്. പ്രായം ചെന്ന കുട്ടമ്മാനും കുട്ടമ്മാനോട് സംസാരിക്കുന്ന പെൺകുട്ടിയുമാണ്. സംഭാഷണം പോലെയാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ. പിന്നെ കുട്ടമ്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും? ആരെ കാണാനായിരിക്കും പോകുന്നുണ്ടാവുക? കുട്ടമ്മാൻ കാണാൻ പോകുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയെയോ മുഖ്യമന്ത്രിയെയോ ആയിരിക്കും. ഇവരിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും കുട്ടമ്മാൻ കാണാൻ വേണ്ടി പോകുന്നത്. അടുത്ത ചോദ്യം, എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് ഞാൻ പോണത്. മനസ്സിലായോ? ഇതുകൊണ്ട് കുട്ടമ്മാൻ എന്താണ് ഉദ്ദേശിച്ചത്? എന്താണ്? ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികൾ ഇരിക്കുന്ന നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടമ്മാൻ പോകുന്നത്. അതാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്ക് ഞാൻ പോകുന്നതെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണ്? ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്തതാണ് അവിടുത്തെ രാജാവ് അഥവാ മന്ത്രി എന്ന് പറയുന്നത്. നിയമസഭാ മന്ദിരമായിരിക്കും. അതും ജനങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്ത, അല്ലെങ്കിൽ ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മന്ദിരമാണ്.
ഇനി അടുത്തത് ടീച്ചറോടൊത്ത് സമ്മാനപ്പൊതി എന്ന കളി കളിച്ചുവോ, ഇതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തി എന്ന് എഴുതാൻ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരത് ക്ലാസ്സിൽ ചെയ്തു നോക്കുക, ക്ലാസ്സിൽ കളിച്ചു നോക്കുക. ഇനി കുട്ടമ്മാൻ്റെ കഥ പാവനാടകമായി അവതരിപ്പിക്കാനും പറയുന്നുണ്ട്. അത് ടീച്ചറുടെ സഹായത്തോടു കൂടിയിട്ട് അതും നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കുഞ്ഞു പാഠഭാഗം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് താങ്ങും തണലും എന്നതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.